Dear children, welcome to my new video. Today we will learn class 5, chapter 5, seeds and seeds. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5 EVSൻ്റെ സീഡ്സ് ആൻഡ് സീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ജെർമിനേഷൻ എന്ന വാക്ക്, അതായത് സീഡ്സിൽ നിന്നും പ്ലാന്റ്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ലെസൺ. Gopal was waiting for his Mausi's family to visit them. ഗോപാൽ അവൻ്റെ ആൻറ്റിയുടെ ഫാമിലി അവരെ വിസിറ്റ് ചെയ്യുന്നത് കാത്തിരിക്കുകയായിരുന്നു. ദേ വിൽ ബി കമ്മിങ് ദ നെക്സ്റ്റ് ഡേ ഫോർ ദെയർ ഹോളിഡേയ്സ്. അടുത്ത ദിവസം അവരുടെ അവധി ദിവസത്തിലേക്ക് അവർ എല്ലാവരും വരും എന്ന് വിചാരിച്ചിരിക്കുന്നു. ഹി വാസ് തിങ്കിങ് അബൌട്ട് ഓൾ ദ ഫൺ ആൻഡ് നൈസ് ഫുഡ് ദാറ്റ് ഹി വുഡ് ഹാവ് ടു വിത്ത് ഹിസ് കസിൻസ്. അവൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. എന്താണ് കാര്യം? അവൻ്റെ കസിൻസൊക്കെ ഉണ്ട്, അവരുടെ കൂടെ എന്തൊക്കെ തമാശകൾ ചെയ്യാം, എന്തൊക്കെ നല്ല ഫുഡുകൾ കഴിക്കാം എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ദെൻ ഹിസ് മദർ കോൾഡ് ഔട്ട്. അപ്പോഴാണ് അമ്മ വിളിച്ചത്, ഗോപാൽ, ബിഫോർ യു സ്ലീപ്പ് റിമെമ്പർ ടു സോഫ് 2 small bowls or കട്ടോറീസ് ഓഫ് ചന ഗ്രാം. അമ്മ അപ്പോൾ വിളിച്ചിട്ട് പറയാണ്, ഗോപാൽ, നീ മറക്കരുത്. എന്തിനാണ്? നീ ഓർത്ത് 2 ബൗൾ, 2 ചെറിയ ചെറു കട്ടോറീസ് മീൻസ് ചെറിയ ബൗൾസ്, ഇതിൽ കടല കുതിർക്കണം. ഷീ വാസ് ഗോയിങ് ടു ഹിസ് ബോസ് ഹൗസ് ആൻഡ് വുഡ് റിട്ടേൺ only in the morning. അമ്മ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവാണ്, മോർണിംഗിൽ മാത്രമേ തിരിച്ചു വരുകയുള്ളൂ. ആസ് ഹി വാസ് സോക്കിംഗ് ദ ചന, ഗോപാൽ തോട്ട്. അവൻ കടല കുതിർക്കാനെടുത്തപ്പോൾ അവൻ വിചാരിക്കുകയാണ്, how will 2 small bowls of this be enough to 8 persons? ഈ ചെറിയ 2 കട്ടോരിക്കകത്ത്, 2 ബൗൾസിനകത്തിൽ കടല കുതിർത്ത് കഴിഞ്ഞാൽ 8 പേർക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? സോ ഹീ സോക്ഡ് അനദർ 2 bowls of ചന. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അടുത്ത 2 പാത്രം കടലയോട് കുതിർക്കാനിട്ടു. വെൻ ഹിസ് മദർ റിട്ടേൺ ദ നെക്സ്റ്റ് മോർണിംഗ്, രാവിലെ അമ്മ തിരിച്ചു വന്ന് നോക്കുമ്പോൾ, ഷീ സോ ദാറ്റ് ദ ചന വെയർ ഓവർഫ്ലോയിങ് ഫ്രം ദ വെസൽ. അമ്മ നോക്കുമ്പോൾ ആ കടല പാത്രം കവിഞ്ഞ് ഓവർഫ്ലോ ആയി വെളിയിലേക്ക് വന്നിരിക്കുന്നു. ഹൗ മച്ച് ഡിഡ് യു സോക്ക് ആസ്ക്ഡ് ഹിസ് മദർ. അമ്മ ഗോപാൽ ചോദിച്ചു, നീ എന്തുമാത്രം കടലയാണ് കുതിർത്തത്? ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ വണ്ടേഡ് ഗോപാൽ. ഗോപാൽ അത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. ആകെ ഇച്ചിരിയും കടല ഉള്ളായിരുന്നെന്ന് വിചാരിച്ചാൽ അവൻ 2 എണ്ണം കൂടെ ഇട്ട്, 2 ബൗൾ കൂടെ ഇട്ട് അല്ലേ. ഇതെങ്ങനെ സംഭവിച്ചു? യു സോക്ഡ് ടു മച്ച്, എനിവേ ഇറ്റ് ഈസ് ഗുഡ്. അമ്മ പറഞ്ഞു, നീ ഒരുപാട് എടുത്ത് കുതിർത്തു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഏതായാലും നന്നായി. നൗ ഐ വിൽ കുക്ക് ഹാഫ് ഓഫ് ദം. ഇതിൻ്റെ പകുതി എടുത്ത് ഞാൻ പാചകം ചെയ്യാം, ദാറ്റ് മീൻസ് കറി ഉണ്ടാക്കാം. ലീവ് ദ അതർ ഹാഫ് ടു സ്പ്രൗട്ട്. അടുത്ത പകുതി എന്ത് ചെയ്യാം? മുളപ്പിക്കാൻ വെക്കാം. ഐ ക്യാൻ സെൻഡ് ദീസ് ടു യുവർ ആൻഡ്. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ആ മുളപ്പിക്കുന്നത് ആൻറ്റിക്ക് കൊടുക്കാം. ദ ഡോക്ടർ ഹാസ് ടോൾഡ് ഹെർ ടു ഈറ്റ് സ്പ്രൗട്ട്. ആൻറ്റിയോട് ഡോക്ടർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്പ്രൗട്ടഡ് സീഡ്സ് കഴിക്കണമെന്ന്, മുളപ്പിച്ച വിത്തുകൾ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മദർ സെഡ്. എന്താണ് സ്പ്രൗട്ടഡ് സീഡ്സ് എന്ന് നോക്കി? മൂങ് അല്ലെങ്കിൽ ചെറുപയർ സ്പ്രൗട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ബൗളിൽ നിങ്ങൾ കാണുന്നത്. ഷീ ടൈഡ് ഹാഫ് ഓഫ് ദ സോക്ഡ് ചന ഇൻ എ വെറ്റ് ക്ലോത്ത് ആൻഡ് ഹങ് ദം അപ്പ് ടു സ്പ്രൗട്ട്. അമ്മ എന്ത് ചെയ്തു? ഈ പകുതി എടുത്ത് കറി വെക്കാനെടുത്തു, ബാക്കി പകുതി ഉണ്ടായിരുന്നത് ഒരു ക്ലോത്തിൽ, ഒരു തുണിയിൽ ചുറ്റിക്കെട്ടി തൂക്കിയിട്ടു. എന്തിനാണ് ഒരു തുണിയിൽ ഇങ്ങനെ ചെയ്യുന്നത്? തുണിയിലാകുമ്പോഴേ ഇത് നനഞ്ഞതാണ്, നനവുണ്ട്, വാട്ടറുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ തുണിയിലാവുന്നുണ്ടെങ്കിൽ അതിന് എയർ കിട്ടും. തുണിയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടപ്പോൾ അത് സ്പ്രൗട്ട് ചെയ്ത് വരുമെന്ന് അമ്മ പറയുകയാണ്. നോക്കി, ഇങ്ങനെയാണ് സ്പ്രൗട്ട് ചെയ്തിരിക്കുന്നത്, സീഡ്സ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് വാട്ട് തിങ്സ് ആർ സോക്ഡ് ബിഫോർ കുക്കിംഗ് ഇൻ യുവർ ഹൗസ്. വൈ? നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളാണ് സോക്ക് ചെയ്തിട്ട്, അതായത് കുതിർത്തിട്ട് പാചകം ചെയ്യുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത്? ഗ്രാം ആൻഡ് പീസ്, കടലയും പയറും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കുതിർത്തിട്ട് വെക്കുന്നത്. ബിക്കോസ് സോക്കിംഗ് ഹെൽപ്പ് ദ ഹാർഡ് ഫുഡ് ഐറ്റം ഇൻ ടു സോഫ്റ്റ്. എന്താ ചെയ്യുന്നത്? ഹാർഡ് ഫുഡ് ഐറ്റം കട്ടിയുള്ള ഫുഡ് ഐറ്റം എന്താവും? സോഫ്റ്റായിട്ട് കിട്ടും. കടലയൊക്കെ ഭയങ്കര കട്ടിയല്ലേ, അത് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുതിർത്തിട്ട് കറി വെക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
What things do you eat after sprouting? How are they sprouted? How much time does it take? എന്തൊക്കെയാണ് നമ്മൾ സ്പ്രൗട്ട് ചെയ്ത് കഴിക്കുന്ന ആഹാര സാധനങ്ങൾ? ഹൗ ആർ ദേ സ്പ്രൗട്ടഡ്? എങ്ങനെയാണ് സ്പ്രൗട്ട് ചെയ്യിക്കുന്നത്? അതായത് കിളിപ്പിക്കുന്ന, സ്പ്രൗട്ടിങ് മീൻസ് കിളിപ്പിക്കുക. ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക്? എത്ര സമയം എടുക്കും? നമ്മളിങ്ങനെ മുളപ്പിച്ചെന്ന് പറയാം, മുളപ്പിച്ച് കഴിക്കുന്നതിന് എത്ര സമയം എടുക്കും നോക്കാം. വി ഈറ്റ് ചന, മൂഗ് എക്സെട്ര ആഫ്റ്റർ സ്പ്രൗട്ടിങ്. നമ്മൾ കടലയും ചെറുപയറും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? സ്പ്രൗട്ട് ചെയ്ത്, അതായത് മുളപ്പിച്ച് കഴിക്കുന്ന ആഹാരം. ദേ സോക്ഡ് ഇൻ വാട്ടർ ഓവർ നൈറ്റ്. നമ്മളതിനെന്താ ചെയ്യുന്നത്? ഒരു രാത്രി മുഴുവൻ അതിനെ വെള്ളത്തിലിടും. ദെൻ ദ വാട്ടർ ഈസ് ഡ്രെയിൻഡ് ഔട്ട് ആൻഡ് ദേ കെപ്റ്റ് ഇൻ ബാസ്ക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ വെള്ളം വാർത്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഊറ്റിക്കളഞ്ഞിട്ട് അതിന് എയർ കയറുന്ന ഒരു ബാസ്ക്കറ്റിൽ വെക്കും. ഓർ കവർ ഇറ്റ് വിത്ത് എ ക്ലോത്ത്. ഗോപാലൻ്റെ മദർ ചെയ്തില്ലേ, ഒരു തുണിയിൽ ചുറ്റിക്കെട്ടി ഹാങ് ചെയ്തിട്ടു. ആഫ്റ്റർ 36 hours ഇറ്റ് വിൽ സ്പ്രൗട്ട്. ഏകദേശം 36 മണിക്കൂർ കഴിയുമ്പോൾ, എന്നുവെച്ചാൽ 36 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ദിവസം കഴിയുമ്പോൾ അത് സ്പ്രൗട്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാസ് ദ ഡോക്ടർ ഓർ someone you know ever told you to eat sprout? Why? ഡോക്ടർ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ മുളപ്പിച്ച ആഹാരം കഴിക്കണമെന്ന്? എന്തുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്? യെസ്, ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ് മീ ടു ഈറ്റ് സ്പ്രൗട്ട് ബിക്കോസ് ദേ ആർ വെരി ന്യൂട്രീഷ്യസ്. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ മുളപ്പിച്ച ആഹാരം കഴിക്കണം. എന്താ കാര്യം? ഇറ്റ് ഈസ് വെരി ന്യൂട്രീഷ്യസ്. ന്യൂട്രീഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെയധികം പോഷക ഗുണമുള്ളതായതുകൊണ്ടാണ് അത് കഴിക്കാൻ പറയുന്നത്. ഡു ദിസ് ആൻഡ് ഫൈൻഡ് ഔട്ട്. നമ്മൾ ഇത് പുതിയൊരു ആക്ടിവിറ്റി ചെയ്യുകയാണ്. ഡു ദിസ് ആൻഡ് ഫൈൻഡ് ഔട്ട്. ഡു യു റിമെമ്പർ ദാറ്റ് ഇൻ ക്ലാസ് 4 യു ഡിഡ് ആൻ ആക്ടിവിറ്റി വിത്ത് സീഡ്സ്? നൗ ട്രൈ അനദർ വൺ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ക്ലാസ് 4 നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തായിരുന്നു? അത് ഓർക്കുന്നുണ്ടോ? ഇന്ന് അതുപോലെ ഒരു ആക്ടിവിറ്റി നമ്മൾ ക്ലാസ് 4 ചെയ്തത് അബ്ദുൾ ഇൻ ദ ഗാർഡൻ എന്നതിനകത്താണ്. ആ ചാപ്റ്ററിൽ നമ്മൾ സീഡ്സ് മുളപ്പിച്ച് വരുന്നതിൻ്റെ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. ഇത് അതുപോലെ വേറൊരു ആക്ടിവിറ്റിയാണ്. ടേക്ക് സം ചന ആൻഡ് 3 ബൗൾസ്. 3 ബൗൾസ് എടുക്കുക. അതിനകത്തിൽ കുറച്ച് ചനയും എടുക്കുകയാണ്. ചന മീൻസ് കടല. പുട്ട് 5 ചന ഇൻ ഫസ്റ്റ് ബൗൾ. എന്നിട്ട് ആദ്യത്തെ ബൗളിൽ 5 കടല ഇടുക. ആൻഡ് ഫിൽ അപ്പ് വിത്ത് വാട്ടർ. എന്നിട്ട് അത് നിറച്ച് വെള്ളം ഒഴിക്കുക. പുട്ട് എ ഡാം പീസ് ഓഫ് ക്ലോത്ത് ഓർ സം കോട്ടൺ വൂൾ ഇൻ ദ സെക്കൻഡ് ബൗൾ. നൗ കീപ് ദ സെയിം നമ്പർ ഓഫ് ചനാസ് ഇൻ ഇറ്റ്. മേക്ക് ഷുവർ ദാറ്റ് ദ കോട്ടൺ വൂൾ ഓർ ക്ലോത്ത് റിമെയിൻസ് വെറ്റ്. ആദ്യത്തെ ബൗളിൽ നമ്മൾ എന്ത് ചെയ്തു? വെള്ളം നിറച്ച് വെച്ചിട്ട് അതിനകത്ത് 5 കടല ഇട്ടു. രണ്ടാമത്തേതിനകത്തിൽ നനഞ്ഞ ഒരു തുണിയോ അല്ലെങ്കിൽ വൂളോ വെച്ചിട്ട്, കോട്ടൺ തുണിയോ വൂളോ വെച്ചിട്ട്, നനഞ്ഞ ഒരു കോട്ടൺ തുണിയോ വൂളോ വെച്ചിട്ട് അതിലും 5 കടല ഇട്ടു. പുട്ട് ദ സെയിം നമ്പർ ഓഫ് ചനാസ് ഇൻ ദ തേർഡ് ബൗൾ. ഡു നോട്ട് പുട്ട് എനിത്തിങ് എൽസ് ഇൻ ഇറ്റ്. കവർ ഓൾ ദ 3 ബൗൾസ്. മൂന്നാമത്തേതിനകത്തിൽ 5 കടല ഇട്ടു. പക്ഷേ മൂന്നാമത്തെ ബൗളിൽ നമ്മൾ നനഞ്ഞ ക്ലോത്തും വെച്ചില്ല, വെള്ളവും ഒഴിച്ചില്ല. എന്നിട്ട് നമ്മളിത് 3 അടച്ചു വെച്ചു. ഒബ്സർവ് ആഫ്റ്റർ 2 days ആൻഡ് നോട്ട് ദ ചേഞ്ചസ് ഇൻ ദ ബൗൾസ്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുവാണേ. ആർ ദ സീഡ്സ് ഗെറ്റിംഗ് എയർ ഏതിനൊക്കെ കിട്ടി? ബൗൾ 1 എയർ കിട്ടിയില്ല. എന്താ അത് എയർ ഇല്ലാത്ത? നിറച്ചും വെള്ളം ഒഴിച്ചിരുന്നു അല്ലേ? നിറച്ചും വെള്ളം ഒഴിച്ചിരുന്നുകൊണ്ട് അതിനകത്തിൽ ആ വെള്ളം കിടക്കുന്നിടത്തേക്ക് എയറിന് കയറാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എയർ ഇല്ല. ബൗൾ 2 എയർ ഉണ്ട്. എന്താ കാര്യം? നിറച്ച് വെള്ളമൊന്നുമില്ല, കുറച്ച് നനവുള്ള ഒരു തുണി മാത്രമാണ് വെച്ചിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അതിൽ എയറുണ്ട്. മൂന്നാമത്തേലും എയറുണ്ട് അല്ലേ? വെറുതെ പാത്രത്തിൽ നമ്മൾ 5 കടല ഇട്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് അതിലും എയറുണ്ട്. ആർ ദ സീഡ്സ് ഗെറ്റിംഗ് വാട്ടർ. വെള്ളം ഏതിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? ബൗൾ 1 നിറച്ചും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ബൗൾ 2 നനഞ്ഞ തുണി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെയും വെള്ളമുണ്ട്. മൂന്നാമത്തേൽ വെള്ളമുണ്ടോ? ഇല്ല. എന്താ കാര്യം? അതിനകത്ത് നമ്മൾ വെള്ളമായ വെള്ളമൊന്നും വെച്ചിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല, നനഞ്ഞ തുണിയും വെച്ചിട്ടില്ല. വാട്ട് ചേഞ്ചസ് ഡിഡ് യു സി? നിങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം കാണുന്നത്? ചനാസ് ഹാവ് സ്വെൽഡ് അപ്പ്. ഇത് വെള്ളത്തിൽ കിടന്നത് കുതിർന്ന് വീർത്ത് കിടക്കുന്നതാണ്. വെള്ളത്തിൽ
കിടന്ന ബൗൾ, അതിൽ ആദ്യത്തെ ബൗളിൽ വെള്ളം നിറച്ചൊഴിച്ചിരുന്ന അതിൽ കിടന്ന കടല കുതിർന്ന് വീർത്തിരിക്കും. ചനാസ് ഹൗസ് സ്പ്രൗട്ടഡ് ഇൻ സെക്കൻഡ് ബൗൾ. സെക്കൻഡ് ബൗളിൽ കടല മുളച്ചു വന്നിരിക്കുന്നത് കാണാം. അതിനെന്താ കാര്യം? അതിനകത്തിൽ എയറും ഉണ്ടായിരുന്നു, നനവുള്ളതുകൊണ്ട് വാട്ടറും ഉണ്ടായിരുന്നു. മൂന്നാമത്തേൽ ഒരു ചേഞ്ചും ഇല്ല. അതിനകത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ലായിരുന്നു, എയർ മാത്രമേ ഉള്ളൂ. കടല അതുപോലെ കിടക്കും. ഇനി ഹാവ് ദ സീഡ്സ് സ്പ്രൗട്ട് ചെയ്തേക്കുന്ന മുളച്ചേക്കുന്ന ഏതാ? ബൗൾ 1ലേതും 3ലേതും മുളച്ചിട്ടില്ല. പിന്നെ ഏതാണ് മുളച്ചത്? രണ്ടാമത്തെ ബൗളിലേത് മാത്രമാണ്. എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നറിയാമോ? ബൗൾ 1ൽ നമ്മൾ വെള്ളം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ബൗൾ 1ൽ. ബൗൾ 3ൽ നമ്മൾ എയർ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ശരിയല്ലേ? ബൗൾ 2ലോ? അതിൽ വാട്ടറും ഉണ്ടായിരുന്നു. വാട്ടർ നനഞ്ഞ തുണിയാണ് വെച്ചിരുന്നത്. വാട്ടറും ഉണ്ടായിരുന്നു, എയറും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വാം ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അല്പം ചൂടുള്ള കാലാവസ്ഥ, അതും വേണം. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ഇപ്പം വാട്ടറും എയറും ഉണ്ടെങ്കിലും ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ബൗൾ 2ലേതും കിളിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ബൗൾ 2ലേതിന് വാട്ടറും എയറും ഉണ്ട്, പക്ഷേ നമ്മൾ അത് ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കിളിക്കത്തില്ല. പകരം എന്താണ്? അല്പം വാം ടെമ്പറേച്ചർ അല്ലെങ്കിൽ വാം ക്ലൈമറ്റിൽ മാത്രമേ അത് ചെറിയൊരു ചൂട് വേണം. എങ്കിൽ മാത്രമേ, വലിയ ചൂടല്ല, ചെറിയൊരു ചൂട്. അതുകൊണ്ടാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ, വെളിയിൽ, അത് റൂമിൽ വെച്ചിരുന്നാൽ ഇത് കിളുത്ത് വരാനുള്ള കാരണം. ഇൻ വിച്ച് ബൗൾ ഡിഡ് ദ സീഡ്സ് സ്പ്രൗട്ട്? സീഡ്സ് ഏതിലെയാണ് സ്പ്രൗട്ട് ചെയ്തത്? സ്പ്രൗട്ട് ചെയ്തത്? സെക്കൻഡ് ബൗളിൽ. വാട്ട് ഡിഫറൻസസ് ഡിഡ് യു സീ ബിറ്റ്വീൻ ദിസ് ബൗൾ ആൻഡ് ദ അതർ ബൗൾസ്? ഈ ബൗളും മറ്റു ബൗൾസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ സെക്കൻഡ് ബൗളിൽ മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? എയറും വാട്ടറും വാം ക്ലൈമറ്റും. സീഡ്സ് ഓൺ ദ സെക്കൻഡ് ബൗളാണ് സ്പ്രൗട്ട് ചെയ്തേക്കുന്നത്. only that seeds got proper air, water and warm climate. Why did Gopal's mother tie the chana in a damp cloth? ഒരു നനഞ്ഞ തുണിയിൽ ഗോപാലിൻ്റെ അമ്മ ആ കടല കെട്ടി തൂക്കിയിട്ടു. എന്തിനാണ്? Gopal's mother tied the chana in a damp cloth so that seeds could get both water and air. എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വാട്ടറും എയറും കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്തത്. When you split the whole mazur, you got the manzoor dal, but then you cannot spout me. Can you think why? അതായത് റെഡ് ദാൽ ഉണ്ടല്ലോ, റെഡ് ദാൽ, ചുവന്ന, നമ്മൾ തൂരപ്പരിപ്പ് എന്ന് പറയുന്നത്, അത് കണ്ടിട്ടില്ലേ? സ്പ്ലിറ്റഡ് പരിപ്പ്. അത് ഒരു സീഡിനെ മുറിച്ചു മാറ്റിയ പോലെ അതിരിക്കുന്നത്. അതിനെ ഒരിക്കലും നമുക്ക് സ്പ്രൗട്ട് ചെയ്യാൻ പറ്റത്തില്ല, മുളപ്പിക്കാൻ പറ്റത്തില്ല. അതായത് സ്പ്ലിറ്റഡ് സീഡ്സിനെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു കടല എടുത്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലൊന്നും ചെയ്ത് നോക്കിയാൽ അത് കിളിർത്ത് വരത്തതില്ല. അത് മുറിച്ച് മാറ്റി, അതായത് രണ്ടായിട്ടായിരിക്കുന്നത്. അത് കുതിർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. കുതിർത്ത് കഴിഞ്ഞാൽ അതൊന്ന് ഞെക്കി കഴിഞ്ഞാൽ അത് രണ്ട് പാർട്സായിട്ട് മാറും. അപ്പം അങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള സീഡ്സ് ഒരിക്കലും വളരത്തില്ല. ലുക്ക് കെയർഫുള്ളി അറ്റ് യുവർ സ്പ്രൗട്ടഡ് ചന ആൻഡ് മേക്ക് ഇറ്റ്സ് ഡ്രോയിങ്. നിങ്ങൾ ഇതുപോലെ ഒരു കടല എടുത്തിട്ട് അത് സ്പ്രൗട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ പടം നിങ്ങൾ വരച്ച് നോക്കാം. Here is another project. Plant your seeds. Take a clay pot or a tin can with wide mouth. ഇതുപോലെ ഈ കുട്ടി എടുത്തിരിക്കുന്ന പോലെ വലിയ വായുള്ള ഒരു പൂപ്പാത്രമോ ഏതെങ്കിലും ഒരു ബോട്ടിലോ എന്തെങ്കിലും എടുക്കുക. മേക്ക് എ സ്മോൾ ഹോൾ ഇൻ ദ ബോട്ടം ഓഫ് ദ ക്യാൻ. ആ പാത്രത്തിൻ്റെ, നമ്മുടെ പൂച്ചട്ടി കണ്ടിട്ടില്ലേ, അതന്നെ, അതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഹോൾസ് ഉണ്ടാവും. പിന്നെ ഹോൾസ് ഇടുക ബോട്ടം ഓഫ് ദ ക്യാൻ. ഫിൽ യുവർ ക്യാൻ വിത്ത് സോയിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ പാത്രം മണ്ണ് നിറയ്ക്കുക. ആൻഡ് പുട്ട് 4 or 5 seeds of the same kind of in the soil and press them gently. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു 3-4 സീഡ്സ് ഈ പൂപ്പാത്രത്തിലെ ചട്ടിക്കകത്ത്
സീഡ്സ് ഇട്ടിട്ട് 3-4 സീഡ്സ് ഇട്ടിട്ട് പതിയെ ഒന്ന് അമർത്തുക. പതിയെ അമർത്തുക, ഒത്തിരി അമർത്തരുത്. പതിയെ അമർത്തി അത് ആ മണ്ണിനടിയിൽ ആക്കുക. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ക്യാൻ പ്ലാൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സീഡ്സ്. ഇങ്ങനെ കുറേ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഓരോ സീഡ്സ്, അതായത് ഒരാൾ മസ്റ്റാർഡാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ആൾ എന്ത് ചെയ്യണം, ഫെനുഗ്രീക്ക് ചെയ്യണം. അതിനടുത്ത ആൾ എന്ത് ചെയ്യണം, സെസമി ചെയ്യണം. അടുത്ത ആൾ കൊറിയൻഡർ. ദാറ്റ് മീൻസ് ഒരാൾ കടുകാണ് വളർത്തുന്നതെങ്കിൽ, മസ്റ്റർഡ് മീൻസ് കടുകാണ് ഇടുന്നതെങ്കിൽ വേറൊരു ഗ്രൂപ്പ് എന്ത് ചെയ്യണം, ഫെനുഗ്രീക്ക് മീൻസ് ഉലുവ. അടുത്ത ആൾ സെസമി എള്ള് ചെയ്യുക, വേറൊരാൾ കൊറിയാണ്ടർ മല്ലി. അങ്ങനെ പല ഗ്രൂപ്പിലുള്ള ആൾക്കാർ പല സീഡ്സ് എടുത്ത് ചെയ്യുക. ഇനി നിങ്ങൾ ഏത് സീഡാണ് എടുത്തതെന്നുള്ള വെച്ചാൽ അത് ഇവിടെ എഴുതുക. ഡേറ്റ് ഓൺ വിച്ച് യു പ്ലാന്റഡ് ദം, അതെന്നാണ് നിങ്ങൾ പ്ലാന്റ് ചെയ്തത്, കുഴിച്ച് വെച്ചതെന്ന് എഴുതുക. ദ ഡേ യു ഒബ്സർവ് സംതിങ് കമ്മിങ് ഔട്ട് ഓഫ് ദ സോയിൽ സ്റ്റാർട്ട് ഫില്ലിങ് ദ ടേബിൾ. ഇങ്ങനെ സീഡ്സ് കുഴിച്ചിട്ടിട്ട് കിളിച്ച് വരുന്ന ദിവസം മുതൽ നിങ്ങൾ ഇവിടെ ഡേറ്റ് എഴുതുക. എന്നിട്ട് ആ കിളിച്ച പ്ലാന്റിൻ്റെ ഹൈറ്റ് എഴുതുക, എത്ര ലീവ്സ്, നമ്പർ ഓഫ് ലീവ്സ് വന്നു, ഇനി അതർ ചേഞ്ചസ്, മറ്റെന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ എന്നൊക്കെ. ഇനി ഇതിൻ്റെ നീളം അളക്കാൻ ഒരു ട്രിക്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്. ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് യൂസ് ത്രെഡ് ആൻഡ് ദെൻ മെഷർ ഇറ്റ് ഓൺ ദ സ്കെയിൽ. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ കിളിച്ച് വരുന്ന ചെടിയുടെ നീളം അളക്കാൻ വേണ്ടിയിട്ട് ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നീളം നോക്കണം. എന്നിട്ട് ആ നൂല് സ്കെയിലിനോട് ചേർത്ത് വെച്ചിട്ട് എത്ര നീളം വെച്ചു, എത്ര ഹൈറ്റാണ്, എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കുക. നമ്മൾ ആദ്യത്തെ ഇവിടെ ഡേറ്റ് ഇടണം കേട്ടോ. നിങ്ങൾ ഓരോ ദിവസം ഡേറ്റ് ഇടണം. ആദ്യത്തെ ദിവസം ഒരു 1 സെൻറ്റിമീറ്റർ ആണ് ഇത് ഹൈറ്റ് വെച്ചതെന്ന് വെച്ചോ. അതിന് 2 ലീവ്സ് ഉണ്ട്, മറ്റ് ചേഞ്ചസ് ഒന്നുമില്ല. അടുത്ത ദിവസം 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദെൻ ഒരു ലീവ്സ് കൂടെ വന്നിട്ടുണ്ടാവും, മറ്റ് ചേഞ്ചസ് ഒന്നുമില്ല. അടുത്ത ദിവസം 2.5 സെൻറ്റിമീറ്റർ, അതിന് 4 ലീവ്സ് ഉണ്ടാവും. സ്റ്റെം ബിക്കം തിക്കർ, കുറച്ച് സ്റ്റെം അങ്ങ് തീരെ കട്ടിയില്ലാതിരുന്നതിന് ഇച്ചിരി കൂടെ കട്ടി വെക്കും. ലാസ്റ്റ് വൺ 4 സെൻറ്റിമീറ്റർ, 6 ലീവ്സ് ഉണ്ടാവും. സ്റ്റെം ബിക്കം ഈവൻ മോർ തിക്കർ, സ്റ്റെം ഇച്ചിരി കൂടെ കട്ടിയാവും. നിങ്ങൾ ഏത് സീഡ് എടുക്കുന്നു എന്നതിനനുസരിച്ച് ഇതിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളുടെ ഒബ്സർവേഷനാണ് എഴുതേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു സീഡ് എടുത്ത് തീർച്ചയായിട്ടും ഒരു ചെടിച്ചട്ടിക്കകത്ത് പ്ലാന്റ് ചെയ്ത് നോക്കണം. ഈ പ്രൊജക്റ്റ് തനിയെ ചെയ്ത് നോക്കണം. ഓക്കെ, ഫൈൻഡ് ഔട്ട് ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ഫോർ എ പ്ലാന്റ് ടു കം ഔട്ട് ഫ്രം ദ സോയിൽ. നിങ്ങൾ നോക്കണം ആ മണ്ണിനടിയിൽ നിന്ന് അത് എത്ര ദിവസം കൊണ്ടാണ്. ഇന്ന് കുഴിച്ചിട്ടു, ചിലപ്പോൾ 3-4, ചിലപ്പോൾ ഒരാഴ്ച കൊടുക്കും ആ സീഡ് കിളിച്ച് വരാൻ. വാട്ട് വാസ് ദ ഡിഫറൻസ് ഇൻ ദ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ. ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും തമ്മിൽ ഹൈറ്റിനുണ്ടാകുന്ന വ്യത്യാസം. ഞാൻ പറഞ്ഞാണ് ആദ്യത്തെ 1 സെൻറ്റിമീറ്റർ ഉള്ളായിരുന്നു, രണ്ടാമത്തെ 1.5 സെൻറ്റിമീറ്റർ ഉള്ളായിരുന്നു. അപ്പോൾ വ്യത്യാസം എത്രയാണ്? യെസ്, 0.5 സെൻറ്റിമീറ്റർ ആണ് വ്യത്യാസം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് നോക്കണം. ഓൺ വിച്ച് ഡേ ഡിഡ് ദ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ഇൻക്രീസ് ദ മോസ്റ്റ്. ഏറ്റവും നീളം എന്നാണ് കൂടുതലായിട്ട് കണ്ടത്. ഡിഡ് ന്യൂ ലീവ്സ് കം ഔട്ട് ഓഫ് ദ പ്ലാന്റ് എവറി ഡേ. എല്ലാ ദിവസവും ലീവ്സ് ഉണ്ടാകുന്നുണ്ടായിരുന്നോ നിങ്ങളുടെ ചെടിക്ക്? വാസ് ദെയർ എനി ചേഞ്ച് ഇൻ ദ സ്റ്റെം ഓഫ് ദ പ്ലാന്റ്. സ്റ്റെമ്മിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ ഒരു സീഡ് എടുത്ത് നട്ട് ചെയ്ത് നോക്കണം. നോക്കി, ഞാൻ ആദ്യത്തെ ദിവസം ഇത്രയുമേ ഉള്ളായിരുന്നു, പിന്നെ രണ്ടാമത്തെ ദിവസം വലിപ്പം കണ്ടോ. ഓരോ ദിവസം ചെയ്യുമ്പോഴും അതിൻ്റെ ലീവ്സിൻ്റെ എണ്ണം കൂടും, അതിൻ്റെ വലിപ്പം ഹൈറ്റ് കൂടും. അതുപോലെ സ്റ്റെം തിക്കറും സ്റ്റെം ഇങ്ങനെ കുഞ്ഞായിരുന്നു, അത് തിക്കറായി കട്ടി കൂടി വരും. വിച്ച് സീഡ് ടുക്ക് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ദ സ്റ്റെം ടു കം ഔട്ട് ഓഫ് ദ സോയിൽ. ഇനിയും പറയുന്നത്, നിങ്ങളോട് പല ഗ്രൂപ്പിനായിട്ട് പല സീഡ്സ് എടുക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇതിൽ ഏത് സീഡാണ് ഏറ്റവും നമ്പർ ഓഫ് ഡേയ്സ് കൂടുതലെടുത്തത്? അതായത് എത്ര ദിവസം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചിലത് 2 ദിവസം കൊണ്ട് പറ്റും, ചിലത് 3 ദിവസം, ചിലത് ഒരാഴ്ചയൊക്കെ എടുത്താലേ പറ്റൂ. ഏത് സീഡാണ് ഏറ്റവും കൂടുതൽ? നിങ്ങൾ ഗ്രൂപ്പിൽ അത് ഡിസ്കസ് ചെയ്യാനാണ്. ആരുടെ സീഡാണ് ഏറ്റവും കൂടുതൽ സമയം കൊണ്ട് കിളിർത്തത്? വിച്ച് സീഡ് ടുക്ക് ദ ലീസ്റ്റ് ഡേയ്സ് ടു കം ഔട്ട് ഓഫ് ദ
സോയിൽ. ചിലതാണ് പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ കിളിർത്ത് വരുന്നതാണ്. അതേതായിരുന്നു? അതിന് നോക്കി ഇത് കൂടുതൽ പെട്ടെന്നെന്ന് പറയുന്നത് ഇച്ചിരി സൈസ് ഓഫ് ദ സീഡും ചിലപ്പം ചില സൈസ് ചെറിയ സൈസ് സീഡ്സാണ് പെട്ടെന്ന് കിളിച്ച് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. സൈസ് ഇച്ചിരി വലുതാണെങ്കിൽ അത് ഇച്ചിരി താമസിച്ച് കിളിച്ച് വരും. ഓക്കെ. വിച്ച് സീഡ്സ് ഡിഡ് നോട്ട് ഗ്രോ അറ്റ് ഓൾ? വൈ? ഏത് സീഡാണ് ഒട്ടും തന്നെ കിളിച്ച് വരാതെ പോയത്? ഏതാണ്? ഓൾ സീഡ്സ് ഗ്രോ വെൽ ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ആൻഡ് എയർ. വെള്ളത്തിൻ്റെയും എയറിൻ്റെയും കറക്റ്റായിട്ട് പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിളിച്ച് വരൂ? സീഡ്സ് കിളിച്ച് വരത്തുള്ളൂ. ഇഫ് ഐദർ ഓഫ് ദീസ് ടു ഫാക്ടേഴ്സ് ഈസ് ആബ്സെൻറ്റ് ദെൻ ദ സീഡ് കനോട്ട് ഗ്രോ. ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ വെള്ളമോ എയറോ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സീഡ് വളരുകയില്ല. Did anyone's plant dry up into turn yellow? Why did this happen? ഇനി ആരുടെയെങ്കിലും പ്ലാന്റ് ഡ്രൈ അപ്പായി യെല്ലോ കളറിലേക്ക് മാറിപ്പോയിട്ടുണ്ടോ? യെസ്, സം സ്റ്റുഡൻസ് പ്ലാന്റ്സ് ഡ്രൈഡ് അപ്പ് turned yellow. This happened because proper amount of water and or air was not provided. കറക്റ്റായിട്ട് എയറും വാട്ടറും കിട്ടാത്ത കുട്ടികളുടെ സീഡ്സ് വാടിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മഞ്ഞ കളർ വന്നിട്ടുണ്ട്. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ പ്ലാന്റ് ഡു നോട്ട് ഗെറ്റ് വാട്ടർ? വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താണ്? ദേ വുഡ് ടേൺ യെല്ലോ ഓർ ഈവൻ ഡ്രൈ അപ്പ്. അത് ഉണങ്ങിക്കരിഞ്ഞ് പോവും. ആദ്യം ചെറിയതായിട്ട് മഞ്ഞിപ്പ് വന്നിട്ട് അങ്ങ് ഉണങ്ങി പോവും. സ്ട്രെയിറ്റ് ഫ്രം യുവർ ഹാർട്ട്. വാട്ട് ഈസ് ഇൻസൈഡ് ദ സീഡ്? ഹൗ ഡസ് എ ബിഗ് പ്ലാന്റ് ഗ്രോ ഫ്രം എ ടൈനി സീഡ്? ഓക്കെ, ഇവിടെ പറയുന്നത് നമുക്ക് ഒരു സീഡിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സീഡിൻ്റെ പിക്ചറാണ്. ഈ സീഡിൽ നിന്ന് എങ്ങനെയാണ് ഒരു ടൈനി പ്ലാന്റ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ചെറിയൊരു പ്ലാന്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് എംബ്രിയോ എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ പുറത്ത് ഒരു തൊലിയുണ്ട്, അതിന് സീഡ് കോട്ട് എന്ന് പറയും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ഒരു കടല വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം എന്നാൽ അതൊന്ന് പതിയെ തള്ളി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഇളകി വരും, ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് സീഡ് കോട്ട് എന്ന് പറഞ്ഞാൽ ആ തൊലിക്ക് നമ്മൾ സീഡ് കോട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിനകത്ത് ഈ മുളച്ചിരിക്കുന്ന ചെറിയ വെളുത്ത കളറ് മുളച്ച് വന്നിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ എംബ്രിയോ എന്നാണ് പറയുന്നത്. അതാണ് സ്മോൾ പ്ലാന്റ്. പിന്നെ ഈ ബാക്കി ഭാഗം ഈ പ്ലാന്റിനുള്ള ഫുഡാണ്. ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഫോട്ടോസിന്തസിസ്. ഇനി ഈ ഫോട്ടോസിന്തസിസ് ഉണ്ടാകണമെങ്കിൽ ലീവ്സ് വേണം. ലീവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഫോട്ടോസിന്തസിസ് നടത്തി അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ലീവ്സ് വരണ കുറച്ച് ദിവസം എടുക്കും. നമ്മൾ ചെയ്ത ആക്ടിവിറ്റിക്കകത്ത് കണ്ടത്. അപ്പോൾ ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ പ്ലാന്റിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂ. ആ ലീഫ് വെളിയിൽ വന്നു കഴിഞ്ഞ് മാത്രമേ ആ ലീഫിന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഈ ചെറുതായിട്ട് മുളച്ച് വരുന്ന സമയത്തൊക്കെ അതിന് ഫുഡ് വേണം, വേണ്ടായോ? നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴും നമുക്ക് ഫുഡ് വേണം, വലുതാകുമ്പോഴും ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ ഇത് ചെറുതായിട്ടിരിക്കുന്ന സമയത്തും ഇത് മുളച്ച് വരുന്ന സമയത്തും ഈ പ്ലാന്റിന് ഫുഡ് വേണം. ആ ഫുഡ് കൊടുക്കുന്നത് പാർട്ടാണ് നമുക്കിവിടെ കാണുന്ന ഭാഗം എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് ആ പ്ലാന്റിന് ഫുഡ് കൊടുത്ത് ഇത് ഇച്ചിരി വലുതായി ലീവ്സൊക്കെ ആകുന്നവരെ ഫുഡ് കൊടുക്കുന്നത് ആ ഭാഗമാണ്. അത് നമ്മൾ കോട്ടിലിഡൻ എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു പിക്ചർ കാണുന്നത് ഇതുപോലെ നമ്മൾ ഒരു സീഡ് കുഴിച്ചിട്ടിട്ട് ചെറിയൊരു മുളപ്പ് വന്ന് അതിന് നമ്മൾ എന്താ പറയുന്നത്? എംബ്രിയോ എന്നാണ് പറയുന്നത്. എന്നിട്ട് അത് മണ്ണിൽ കുഴിച്ചിട്ടുമ്പോൾ അതിന് ബേബി റൂട്ട്സ് വരും. ചെറിയ കുഞ്ഞു റൂട്ട്സ് വരും. ആ റൂട്ട്സ് മണ്ണിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഈ സീഡ് കോട്ട് എന്ന് പറയുന്നത് ആ പുറത്തെ തൊലി ഇളകി പോവും. അതിന് ശേഷം ഇത് പതിയെ വളരുകയാണ്. വളരുന്നത് നോക്കി ഇപ്പോഴും ലീവ്സ് ഇല്ല. സോ കോട്ടിലിഡൻ എന്ന് പറയുന്ന ഈ ഫുഡ്, ഞാൻ പറഞ്ഞില്ലേ ഫുഡ്, ആ കോട്ടിലിഡൻ എന്നാണ് അതിൻ്റെ പേര്. അതാണ് ഈ പ്ലാന്റിന് ഫുഡ് കൊടുക്കുന്നത്. അത് ഈ ഫുഡ് കഴിച്ചാണ് ആ പ്ലാന്റ് ചെറുതായിട്ട് വളർന്ന് വന്ന് ലീവ്സൊക്കെ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ലീവ്സ് ആയി കഴിഞ്ഞാൽ പ്ലാന്റ്സ് എന്ത് ചെയ്യും? തനിയെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അതുവരെ ഇങ്ങനെയാണ് ഒരു സീഡിൽ നിന്നും
ഒരു ചെറിയ തൈ അല്ലെ ഒരു കുഞ്ഞ് പ്ലാന്റ് ഉണ്ടാകുന്നു. മനസ്സിലായല്ലോ? എംബ്രിയോ എന്ന് പറയുന്ന ഭാഗമാണ്, കണ്ടോ ഇവിടെ പിക്ചർ കണ്ടോ, ഈ എംബ്രിയോ എന്ന ഭാഗമാണ് ബേബി പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ചെറിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത് ഈ എംബ്രിയോ ആണ്. ഈ എംബ്രിയോ പ്ലാന്റ് ആയിട്ട് മാറുന്നു. അതിന് ചെറിയ റൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്നു. ആ റൂട്ട്സ് ഒക്കെ ഉണ്ടായിട്ട് സീഡ് കോട്ട് പതിയെ പോകുന്നു. അതിന് പുറത്തെ തൊലി അതിളകി പോവും. പിന്നെ കോട്ടിലൂടെ എന്ന് പറയുന്ന ഭാഗമാണ് ഈ പ്ലാന്റിന് ഫുഡ് കൊടുക്കുന്നത്. അത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പ്രാപ്തനാവുന്നവരെ എന്ത് ചെയ്യും? ഈ കോട്ടിലിടനാണ് ഈ ബേബി പ്ലാന്റിന് ഫുഡ് കൊടുക്കുന്നത്. മനസ്സിലായോ? നമ്മൾ സ്വന്തമായിട്ട് വാരി കഴിക്കാൻ വരുന്നവരെ അമ്മമാർ വാരിത്തരും അല്ലേ? നമ്മൾ സ്വന്തമായിട്ട് വാരി കഴിക്കാൻ തുടങ്ങും, നമ്മൾ തന്നെ വാരി കഴിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? കിളിച്ച് വരുമ്പോൾ അതിന് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സീഡിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് എന്ത് ചെയ്യുന്നു? ഈ പ്ലാന്റിന് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അത് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ പ്രശ്നമില്ല. സോ ദ പ്രോസസ് ഈസ് കോൾഡ് ജെർമിനേഷൻ. ജെർമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ പ്രോസസ് ഓഫ് കമ്മിങ് ഔട്ട് ഓഫ് ബേബി പ്ലാന്റ് ഫ്രം സീഡ്സ്. ഈ സീഡിൽ നിന്നും ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് നമ്മൾ ജെർമിനേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ജെർമിനേഷൻ? ജെർമിനേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കമ്മിങ് ഔട്ട് ഓഫ് ബേബി പ്ലാന്റ് ഫ്രം സീഡ്സ്. സീഡ്സിൽ നിന്നും വരുന്നതിനാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. ദർ ആർ സം കണ്ടീഷൻസ് ഫോർ ജെർമിനേഷൻ. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ജെർമിനേഷൻ, ഒരു വിത്ത് കിളിക്കണമെങ്കിൽ എന്തൊക്കെ വേണമെന്നാണ് പറയുന്നത്? പ്രോപ്പർ എയർ, വാട്ടർ ആൻഡ് വാം ക്ലൈമറ്റ്. ഓക്കെ, നെക്സ്റ്റ് തിങ്ക് ആൻഡ് ഇമാജിൻ വാട്ട് വുഡ് ഹാപ്പൻ പ്ലാന്റ്സ് വുഡ് വോക്ക്. അതായത് ഒരു പ്ലാന്റിന് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? പ്ലാന്റ് നടന്നു പോകുന്ന ഒരു പിക്ചർ. ഒരു പ്ലാന്റിന് കൈയും കാലൊക്കെ വരച്ച് നിങ്ങൾ ഒരു പടം വരച്ച് നോക്കിയാൽ നല്ല രസമുണ്ടായിരിക്കും, ഫണ്ണി ആയിരിക്കും. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ഡു സം പ്ലാന്റ്സ് ഗ്രോ വിത്തൗട്ട് സീഡ്സ്. സീഡ്സ് ഇല്ലാതെ ഏതെങ്കിലും പ്ലാന്റ്സ് വളരുന്നുണ്ടോ? യെസ്, സം പ്ലാന്റ്സ് ഗ്രോ വിത്തൗട്ട് സീഡ്സ്. എന്താണ്? ചില പ്ലാന്റ്സ് ഒക്കെ സീഡ്സ് ഇല്ലാതെ. നോക്കിയേ, ഇവിടെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ഒന്ന് ഹിബിസ്കസിൻ്റെ, ഒന്നിൻ്റെ റോസിൻ്റെ. ഇത് രണ്ടും നമ്മൾ സ്റ്റെമ്മാണ് വെക്കുന്നതല്ലേ? ഇതിനെ രണ്ടിനെ സീഡ്സ് അല്ല നമ്മൾ വെക്കുന്നത്. സ്റ്റെം കട്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സീഡ്സ് ഇല്ലെങ്കിലും നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ചെടികളുണ്ട്. എല്ലാ പ്ലാന്റ്സും അങ്ങനെയല്ല. ചില പ്ലാന്റ്സിനൊക്കെ ഇത് വേണമെന്നില്ല, സീഡ്സ് വേണമെന്നില്ല, അല്ലാതെ തന്നെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. ലെറ്റ്സ് സ്റ്റോപ്പ് ടുഡേയ്സ് ക്ലാസ്. ഇതാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സമയാസമയത്ത് കിട്ടുകയുള്ളൂ. താങ്ക് യു.